ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? അങ്ങനെ ഈസ്റ്റർ ഇങ്ങെത്തി. ഇനി ഈസ്റ്ററിന് സാധാരണ നമ്മൾ മലയാളികൾക്ക് ഈസ്റ്റർ നമുക്ക് ബീഫില്ലാതെ ഒരു പരിപാടിയില്ല. എന്നാൽ നമുക്കിന്ന് അങ്ങോട്ടൊന്നും നോക്കാതെ പോയി ബീഫ് കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പോൾ ആദ്യം തന്നെ ലിഡിൽ പോയി ബീഫ് മേടിച്ച്, ഇവിടെ ബീഫ് നുറുക്കിയും കിട്ടും, നുറുക്കാതെയും കിട്ടും കേട്ടോ. നമ്മുടെ എളുപ്പത്തിന് ഞാൻ നുറുക്കിയതാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഇത് നമ്മൾ ഒന്നിട്ട് നുറുക്കേണ്ടി വരും, കാരണം ചെറിയ ചെറിയ പീസാണെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ളതല്ല, ഒരാൾക്ക് കഴിക്കാൻ എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ചെറിയ പീസാണെങ്കിൽ ഇത് ചിലത് വലിയ പീസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നിട്ട് നുറുക്കിയെടുക്കണം. ഇതിൽ നമ്മൾ ഇത്രയും പീസ് ഒന്നുകൂടി നുറുക്കിയെടുക്കണം, കാരണം ഇതൊക്കെ വലിയ പീസാണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. കണ്ടില്ലേ, ഇതൊക്കെ ഒന്നുകൂടി നോക്കിയെടുക്കണം. വലിയ പീസാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്. അത് തിരിഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നമ്മൾ ചെറിയ പീസുകളും ഉണ്ടായിരുന്ന വലുപ്പത്തിൽ വലുതായിരുന്ന പീസുകൾ നമ്മൾ മുറിച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ഇനി അടുത്ത ആ ചടങ്ങിലേക്കാണ്. അങ്ങനെ നമ്മുടെ പോത്തും കൂട്ടി നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി കലാപരിപാടിയിലേക്ക്, കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം കമോൺ. അപ്പോൾ ഇനി നമ്മൾ അരിയൽ ചടങ്ങിലേക്ക് പോവുകയാണ്. സവോള, വെളുത്തുള്ളി, ഇഞ്ചി, ഉമ്മാരെല്ലാം തൊലി പൊളിച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഉമ്മാരെ തൊലി എല്ലാം കളഞ്ഞ് ഇനി ഇതെല്ലാം കുന അരിയുന്നതാണ് അടുത്ത പരിപാടി. വാ, അതുകൂടെ കണ്ടേക്കാം. ആദ്യം തന്നെ സവോള. ഇനി നിങ്ങൾ കുറച്ച് സ്പീഡിൽ പോയി കണ്ടോ, അതായിരിക്കും നല്ലത്. അടുത്തതായി നമ്മുടെ വെളുത്തുള്ളി. ഇത് തീർത്ത് നൈസായിട്ട് കണ്ടിക്കാൻ നോക്കുന്നു ഞാൻ. അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ അരിയേണ്ട സാധനം എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ച് വേവിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഗ്യാസ് കത്തിക്കാം. ഓക്കെ, എന്നിട്ട് കുക്കർ വെച്ച് അതിൻ്റെ അകത്ത് വെള്ളം വറ്റുന്നവരെ കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി ചൂടായ കുക്കറിൻ്റെ അകത്തേക്ക് ആദ്യം കുറച്ച് എണ്ണ. ഇനി എണ്ണ ചൂടാകുന്ന നമ്മൾ കാത്തിരിക്കണം. എണ്ണ ചൂടായി എന്ന് തോന്നിയ സ്ഥിതിക്ക് അടുത്ത പൊട്ടിത്തെറിയാണ്. ഇവിടുത്തെ കടുകിന് ചില സമയത്ത് ഈ സാധനം പൊട്ടിത്തെറിക്കില്ല. നമുക്ക് നോക്കാം പൊട്ടിത്തെറിക്കുന്നു. ആദ്യം കടുകിട്ട്, യെസ്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് സവോളയിട്ട് വരട്ടിയെടുക്കാം. അതിട്ട് കഴിഞ്ഞ് നമുക്ക് വീഡിയോ കാണാം. വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്ത കാരണം ഞാൻ തന്നെ വീഡിയോ എടുക്കണം. ഓക്കെ, അങ്ങനെ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അകത്തേക്ക് സവോള ഇട്ടു. ഇനി ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം. ഇനി അടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ സവോള ഏകദേശം വരണ്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും സാധനം ഇട്ട് കഴിഞ്ഞ് ഇളക്കിയെടുക്കാം. അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് കിടക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇത്രയും സാധനം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം.
മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീഫ് ഇട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെയിറ്റ്. അങ്ങനെ നമ്മൾ ബീഫുമായിട്ട് അവന്മാരെ മിക്സ് ചെയ്ത് ഇളക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വിസിലടിപ്പിക്കാം. ഓക്കെ. അപ്പം ഇറച്ചി വേകാൻ, അതായത് പോത്ത് വേകാൻ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്കൊരു കോഫി ബ്രേക്ക്. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ വിസിലടി നിന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എയറും പോയിട്ടുണ്ട്. നമുക്ക് സാധനം ബന്ധമില്ല നോക്കണ്ടേ. കമാൺ, തുറന്നു കഴിഞ്ഞാൽ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സാധനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. അങ്ങനെ അവസാനം നമ്മുടെ ബീഫ് റെഡി. വേണ്ട, അടിപൊളി സാധനമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.